ഹായ് ഓൾ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ട കൂന്തൽ നിറവിൻ്റെ റെസിപ്പിയുമായിട്ടാണ് കേട്ടോ ഞാൻ വന്നിരിക്കുന്നത്. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായി ആരെങ്കിലും പുതിയതായി ഈ ചാനൽ കാണുന്നുണ്ടെങ്കിൽ ലൈക്കും സബ്സ്ക്രൈബും ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. കൂടെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടി ഒന്ന് പ്രസ് ചെയ്തേക്കണേ. എന്നാൽ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ കൂന്തൽ നിറയ്ക്കാനായിട്ട് ഞാനിവിടെ കൂന്തളൊക്കെ നല്ല വൃത്തിയായിട്ട് കഴുകി എടുത്തിട്ടുണ്ട്. കൂന്തലിൻ്റെ എല്ലാ ഭാഗവും എടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് കൂന്തലിൻ്റെ ചിറക് ഭാഗമാണ്. ഇത് നമുക്ക് ആവശ്യമായിട്ട് വരുന്നുണ്ട്. ഇത് കൂന്തലിൽ നിറയ്ക്കാനുള്ള ഫില്ലിങ്സിന് ആവശ്യമായിട്ടുള്ള സാധനങ്ങളാണ്. കുറച്ച് തേങ്ങ എടുത്തിട്ടുണ്ട്, കുറച്ച് വെളുത്തുള്ളി, ചെറിയ ഉള്ളി, ഇത്രയും ഞാനൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് നല്ല ജീരകം ഇട്ട് കൊടുക്കുകയാണ്. 1/2 ടീസ്പൂൺ നല്ല ജീരകമാണ് ഞാൻ ഇട്ട് കൊടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഇനി ഒരു 1/2 ടീസ്പൂൺ പെരുംജീരകം കൂടെ ഞാനിതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഇനി നമുക്ക് മിക്സിയുടെ അടപ്പ് കൊണ്ട് അടച്ചിട്ട് ഇതൊന്ന് അടിച്ചെടുത്തിട്ട് വരാം. ഇതൊന്ന് ശരിക്കും ഒതുക്കിയെടുത്താൽ മതി കേട്ടോ. അപ്പോൾ തേങ്ങ ഞാനിതാ അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് വറുത്തെടുക്കണം. അതിനായി ഞാനിവിടെ ഗ്യാസ് ഓണാക്കി ഒരു പാൻ വെച്ച് കൊടുക്കുന്നുണ്ട്. പാൻ ചൂടായാൽ നമുക്കിതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ വെച്ച് കൊടുക്കാം. എണ്ണ ചൂടായി വന്നിട്ടുണ്ട്. നമുക്ക് ഇതിലേക്ക് നേരത്തെ അരച്ച് വെച്ചിട്ടുള്ള തേങ്ങ കുറേശ്ശെയായി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ അരച്ച് വെച്ച തേങ്ങ മുഴുവനായിട്ട് ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം. ഇനി നമുക്കിതിലേക്ക് കൂന്തലിൻ്റെ ചിറകുകൾ ചെറുതായി അരിഞ്ഞ് വെച്ചതില്ലേ അതിട്ട് കൊടുക്കാം. ഇത് തേങ്ങയുമായി നന്നായിട്ട് യോജിപ്പിച്ചെടുക്കാം. അപ്പം ഞാനിത് നല്ലപോലെ ഇളക്കി യോജിപ്പിച്ച് വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടെ ഇട്ട് കൊടുത്ത് ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇതുവരെ ഞാനിതിലേക്ക് ഉപ്പൊന്നും ആഡ് ചെയ്ത് കൊടുത്തിട്ടില്ല. നമുക്കിത് നല്ലപോലെ ഇളക്കി കൊടുത്തതിന് ശേഷം ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാനിത് മഞ്ഞൾപ്പൊടി നല്ലപോലെ മിക്സ് ചെയ്തിട്ടുണ്ട്. നമുക്കിതിലേക്ക് 1/2 ടീസ്പൂൺ ഉപ്പ് ഇട്ട് കൊടുക്കാം. ഇതൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കൊന്ന് മൂടി വെച്ച് വേവിച്ചെടുക്കാം. ഞാനൊരു 5 മിനിറ്റിന് ശേഷം ഇതാ ഇതിൻ്റെ അടപ്പ് തുറന്ന് നോക്കുകയാണ്. ഉപ്പ് പിടിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് മൂടി വെച്ചത്. ഞാനിതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതൊന്നുകൂടെ മിക്സ് ചെയ്തതിന് ശേഷം മൂടി വെക്കാം. എന്നിട്ട് ഗ്യാസ് ഓഫ് ചെയ്യാം. ഇനി ഞാൻ ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1/2 കപ്പ് അരിപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള തേങ്ങയുടെ കൂട്ട് ഇതിലേക്ക് മിക്സ് ചെയ്ത് കുഴച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ആ കൂട്ട് ഞാൻ ഇതിലേക്ക് കുറേശ്ശെയായി ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ തേങ്ങയുടെ കൂട്ടെല്ലാം ഞാനിതാ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് വെള്ളം കൂടെ ഇതിലേക്ക് ആഡ് ചെയ്യണം. എന്നിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. വളരെ കുറച്ച് വെള്ളം എടുത്താൽ മതി കേട്ടോ, മറ്റേത് ലൂസായി പോവും. ആദ്യം ഞാനിതൊരു സ്പൂണ് വെച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ്.
അപ്പോൾ തേങ്ങയുടെ കൂട്ട് ഞാൻ അരിപ്പൊടിയിലിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതുപോലെ കുറച്ച് തിക്കായിട്ട് വേണം കിട്ടണമെങ്കിൽ നമുക്കിത് ഇങ്ങനെ ഉരുട്ടിയെടുക്കാനുള്ളതാണ്. അപ്പോൾ അത് കറക്റ്റ് ഇതാണ് കേട്ടോ ഇതിൻ്റെ കറക്റ്റ്. ഇനി നമുക്ക് ഇതിൽ നിന്ന് ഓരോ പിടിയായിട്ട് എടുത്ത് ഉരുട്ടിയെടുക്കാം. ഞാനീ ചെയ്യുന്നത് പോലെ കുറേശ്ശെ എടുത്തിട്ട് ഓരോ കൂന്തളിൻ്റെ ഉള്ളിലേക്ക് നിറക്കാൻ പാകത്തിലാക്കിയിട്ട് എടുക്കണം. ഇതാ ഇതുപോലെ ഇങ്ങനെ ഉരുട്ടിയെടുക്കാം കേട്ടോ. അപ്പം ഞാനിതാ ബാക്കിയുള്ള മാവെല്ലാം ഇങ്ങനെ ഉരുട്ടിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഓരോ കൂന്തളിൻ്റെ ഉള്ളിലേക്കും നിറച്ച് കൊടുക്കാം. ഇത് നിറച്ച് കൊടുക്കുന്ന സമയത്ത് കൂന്തളിൻ്റെ പകുതി ഭാഗം മാത്രം നിറച്ച് കൊടുക്കാൻ പാടുള്ളൂ കേട്ടോ. അല്ലെങ്കിൽ ഇത് വേവിക്കുന്ന സമയത്ത് പൊടി വെന്ത് വരുന്ന സമയം ഇത് പുറത്തേക്ക് തള്ളി വരാൻ ചാൻസ് ഉണ്ട്. അങ്ങനെയാവുമ്പോൾ കൂന്തളൊക്കെ പൊട്ടിപ്പോവും. അപ്പം ഞാനിതാ കൂന്തളിൻ്റെ പകുതി ഭാഗം നിറച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ തലഭാഗം വെച്ച് കൊടുക്കണം. ഞാൻ കൂന്തലിൻ്റെ തല എടുത്തപ്പോൾ അതിൻ്റെ കണ്ണൊന്നും ഞാൻ എടുത്തിട്ടില്ല കേട്ടോ. അതൊന്നും ഇവിടെ ആർക്കും ഇഷ്ടമല്ല. അതുകൊണ്ട് ഞാൻ അതൊക്കെ ഒഴിവാക്കിയിട്ടാണ് എടുത്തത്. ഇനി ഇത് ഇങ്ങനെ വെച്ച് കൊടുത്തതിന് ശേഷം ഒരു ടൂർപ്പിക്കോ ഈർക്കിളിയോ ഉപയോഗിച്ചിട്ട് കുത്തി കൊടുക്കുക കേട്ടോ. ഇതാ ഇതുപോലെ ഇങ്ങനെ ഒരു ഭാഗം കുത്തി കൊടുത്ത് മറ്റേ ഭാഗത്ത് കൂടെ അമർത്തിയെടുക്കാം. അപ്പോൾ കണ്ടില്ലേ, ഇതുപോലെയാണ് ഞാൻ ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ ബാക്കിയുള്ളതും ഞാൻ ഇതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞത് നമുക്കിതൊന്ന് ആവിയിൽ വേവിച്ചെടുക്കണം. അതിനായി ഞാനിവിടെ കുക്കർ വെച്ച് കൊടുത്തിട്ടുണ്ട്. കുക്കറിലേക്ക് ഞാൻ ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ഒരു തിരിക വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ മുകളിലാണ് ഞാൻ ഈ പാത്രം വെച്ച് കൊടുക്കുന്നത്. ഇതിലേക്ക് കൂന്തൾ നിറച്ചത് ഓരോന്നായിട്ട് വെച്ച് കൊടുക്കാം. അപ്പോൾ കൂന്തൾ നിറച്ചതെല്ലാം ഞാനിതാ ഈ പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് ആവിയിൽ വേവിച്ചെടുക്കണം. അതിനായിട്ട് ഞാനിതാ കുക്കറിൻ്റെ മൂടി ഇതിലേക്ക് വെച്ച് കൊടുക്കുകയാണ്. മൂടി ഇതിലേക്ക് വെച്ചതിന് ശേഷം ഇതിൻ്റെ വെയിറ്റ് എടുത്ത് മാറ്റണം കേട്ടോ. ഇനി ഇത് ഒരു 20 മിനിറ്റ് ഇങ്ങനെ വേവിച്ചെടുക്കാം കേട്ടോ. കൂന്തൾ വേവിക്കാൻ വെച്ചിട്ട് 20 മിനിറ്റ് കഴിഞ്ഞിട്ടോ. അപ്പോൾ കുക്കർ ഓപ്പൺ ചെയ്തതാണിത്. നല്ല പോലെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് ഗ്രേവി ഉണ്ടാക്കിയെടുക്കണം. അതിനായി ഞാനൊരു മിക്സിയുടെ ജാറിലേക്ക് ഒരു വലിയ ഉള്ളിയും പച്ചമുളകും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതൊന്ന് അടിച്ചെടുക്കാം. ഗ്രേവി ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ ഒരു പാൻ അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് ചൂടായി വരുമ്പോൾ ഇതിലേക്ക് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ എണ്ണ ചൂടായി വന്നിട്ടുണ്ട്. ഇനി അരച്ച് വെച്ചിട്ടുള്ള ഉള്ളി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഉള്ളിയൊക്കെ ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിൻ്റെ പച്ചമണമൊക്കെ മാറി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. ഇനി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഈ ഉള്ളിയുടെ പച്ച മണമൊക്കെ ഒന്ന് മാറി വന്നതിന് ശേഷമാണ് കേട്ടോ വെളുത്തുള്ളി ഇഞ്ചി ചതച്ചതൊക്കെ ഇട്ട് കൊടുക്കേണ്ടത്. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം. ഇനി 1/2 ടീസ്പൂൺ ഗരം മസാലയും ചേർത്ത് കൊടുക്കാം. ഇനി ഞാനിതിലേക്ക് 2 സ്പൂൺ കാശ്മീരി ചില്ലി പൗഡറാണ് ഇട്ട് കൊടുക്കുന്നത്.
ഇനി ഇതെല്ലാം കൂടെ ഒന്ന് നല്ല പോലെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്തിട്ട് ഒന്നുകൂടെ നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം. അപ്പം ഞാനിത് നല്ലപോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ളത് ടൊമാറ്റോ സോസാണ് കേട്ടോ. അപ്പം ഞാൻ കുറച്ച് ടൊമാറ്റോ സോസും കൂടി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇത് നല്ലപോലെ ഉള്ളിയുമായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കാം. ഇതിലേക്ക് കുറച്ചുകൂടെ ടേസ്റ്റിന് എന്നുള്ള നിലയ്ക്ക് ഞാനൊരു 1/4 ടീസ്പൂൺ പഞ്ചസാര കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതും കൂടെ നല്ലപോലെ ഇതിൽ മിക്സ് ചെയ്തിട്ടെടുക്കാം. എന്നിട്ട് നമുക്ക് വേവിച്ച് വെച്ചിട്ടുള്ള കൂന്തൽ നിറച്ചത് ഇതിലേക്ക് ഇട്ട് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ കൂന്തളൊക്കെ ഞാനിതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ കൂന്തളൊക്കെ ഞാനിത് നല്ല സൂപ്പറായിട്ട് ഇവിടെ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് അടച്ച് വെച്ചിട്ട് ഒന്ന് വേവിച്ചെടുക്കാം. അപ്പം ഞാനിതാ ഇത് മൂടി വെച്ചതിന് ശേഷം ഒരു 10 മിനിറ്റ് വേവിച്ചെടുത്തതാണ് കേട്ടോ ഇത്. അപ്പം നമ്മുടെ കൂന്തൽ നിറച്ചത് ഇവിടെ നല്ല അടിപൊളിയായി വെന്ത് വന്നിട്ടുണ്ട്. ഇതുണ്ടാക്കാൻ കുറച്ച് ടാസ്ക് ആണെങ്കിലും കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ. തീർച്ചയായിട്ടും എല്ലാവരും ഇതൊന്ന് ഉണ്ടാക്കി നോക്കണം. ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായങ്ങൾ അറിയിക്കണം. അപ്പോൾ ഇത് ഇത്ര മതി കേട്ടോ വെന്തത്. ഇനി ഇത് നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം. അപ്പം നമ്മുടെ സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള കൂന്തൽ നിറച്ചത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും സബ്സ്ക്രൈബും ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. കൂടെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടി ഒന്ന് പ്രസ് ചെയ്തേക്കണം. അപ്പോൾ പുതിയൊരു വീഡിയോയുമായി വരുന്നത് വരേക്കും എല്ലാവർക്കും ബൈ.